من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലയിലും കൂട്ടത്തിലാകുന്ന ഘട്ടത്തിലും ഒറ്റക്കാകുന്ന ഘട്ടത്തിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനേറെ പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിക്കണമെന്ന് പറയുന്ന എന്നോടൊന്ന് പോലെ ഓർമ്മപ്പെടുത്തട്ടെ, ഉപദേശിക്കട്ടെ. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിൻ്റെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യങ്ങളെക്കുറിച്ചല്ല, ഏതെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ചുമല്ല, ലോക വാർത്തകളെക്കുറിച്ചുമല്ല, മറിച്ച് അത്ര കണ്ട് പത്രങ്ങളിലൊന്നും ഇടം പിടിക്കാത്ത, ടെലിവിഷൻ ചർച്ചകളിലൊന്നും കടന്നു വരാത്ത, എന്നാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വീടുകളുടെ ചുമരുകൾക്കുള്ളിൽ നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം അൽഹാക്കുമുത്ത കാസുർ, പരസ്പരം പെരുപ്പം കാണിക്കുക, പെരുമ കാണിക്കുക എന്നുള്ളത് മനുഷ്യരെ അത് മത്സരത്തിലാക്കിയിരിക്കുന്നു, അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഈ പെരുപ്പത്തിൻ്റെ മത്സരങ്ങൾ ഒരു മനുഷ്യൻ ഏതു കാലം വരെയാണ് ഓടുക എന്നത് ഖുർആൻ പറഞ്ഞു. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ മാത്രമേ നിങ്ങളുടെ ഓട്ടങ്ങളുള്ളൂ. അള്ളാഹു നമ്മളോട് നമ്മുടെ പാപങ്ങളാണ് നമ്മളെ അശ്രദ്ധയിലാക്കിയത് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അധികം നേടുവാനുള്ള ഓട്ടമാണ് നിങ്ങളെ അശ്രദ്ധരാക്കിയത് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടേതായ ആലോചനകളിലേക്ക്, നമ്മുടേതായ കുടുംബങ്ങളിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കുക. നമ്മുടെയൊക്കെ വീട്ടിലെ പല വീടുകളിലും അലമാരകൾ നിറഞ്ഞിരിക്കുന്നു, ഫ്രിഡ്ജുകൾ നിറഞ്ഞിരിക്കുന്നു, അക്കൗണ്ടുകൾ, നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യത്തിലധികം പണം നിറഞ്ഞിരിക്കുന്നു. ഒരു വീട്ടിൽ 1, 2, 3 വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം മനുഷ്യരുടെയും ഹൃദയങ്ങൾ ശൂന്യമാണ്. മുഖത്ത് പുഞ്ചിരി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് മനസ്സിൽ സമാധാനമില്ലാത്തവരാണ് ബഹുഭൂരിഭാഗം മനുഷ്യരും. എല്ലാവരും ഒരേ വീട്ടിലുണ്ട് എന്നതിനേക്കാളും ആർക്കും മറ്റൊരാളില്ലാത്തൊരവസ്ഥയിലേക്ക്, ഏകാന്തതയിലേക്ക് മനുഷ്യർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പരസ്പരം സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആശയവിനിമയങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കലുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർ വിരളമാണ് എന്നുള്ളതാണ് സത്യം.
പറയുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചല്ല, മൂല്യങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. സമ്പത്തിൻ്റെ കുറവിനെക്കുറിച്ചല്ല, സ്നേഹത്തിൻ്റെ കുറവിനെക്കുറിച്ചാണ്. ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല, ഈമാനിൻ്റെയും സമാധാനത്തിൻ്റെയും മനസമാധാനത്തിൻ്റെയും കുടുംബബന്ധങ്ങളുടെയും ഒക്കെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ വീടുകൾ സത്യത്തിൽ പണമില്ലാത്തതല്ലല്ലോ പ്രശ്നം, അല്ല. പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും പ്രശ്നം എന്നുള്ളതിൻ്റെ ആകത്തുകയിൽ ഒറ്റ വാക്കിൽ കൊടുക്കാവുന്ന മറുപടി ബർക്കത്തില്ലാതാകുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ചോദിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറിയാൽ, ആ കള്ളൻ നമ്മുടെ വീട്ടിലെ സമ്പത്തും സ്വർണവും എല്ലാം മോഷ്ടിച്ചാൽ നമ്മൾ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? ഇല്ല. നമ്മൾക്കത് കണ്ടുപിടിക്കാനുള്ള എല്ലാ നെട്ടോട്ടങ്ങളും നമ്മൾ നടത്തും. ഒരു പക്ഷേ പോലീസിൽ പരാതി നൽകും. പക്ഷേ നമ്മുടെയൊക്കെ അനുവാദത്തോടു കൂടി നമ്മുടെ വീടുകളിൽ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ അകറ്റിയ, അന്യരാക്കിയ, മക്കളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സംസ്കാരത്തെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി, പ്രാർത്ഥനയുടെ ശബ്ദമില്ലാതാക്കി, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ ഇല്ലാതാക്കിയ ഒരു കള്ളനെ നമ്മളൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആ കള്ളനെ പേടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ പ്രതിമാസം പണം നൽകി നമ്മൾ ആ കള്ളനെ നമ്മുടെ വീടിൻ്റെ ഉള്ളറകളിൽ കുടിയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പറയുന്നത് കേവലമായ ഒരു ഉപകരണത്തെക്കുറിച്ചല്ല. ആ ഉപകരണത്തിൻ്റെ നിയന്ത്രണങ്ങളില്ലാത്ത ഉപയോഗങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തെ വളരെ സാരമായിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് പുൽകുവാൻ നമ്മളൊന്ന് സന്നദ്ധരാകണം. വിശുദ്ധ ഖുർആൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ അതിമനോഹരമായ തത്വശാസ്ത്രത്തിൻ്റെ വചനമുണ്ട് സൂറത്തു റൂമിൽ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ആലോചിക്കുക. ഒരൊറ്റ ആയത്തിൽ കുടുംബജീവിതത്തിൻ്റെ എല്ലാ തത്വശാസ്ത്രവും പടച്ചറബ് ഉൾക്കൊള്ളിച്ച ഭാഗം. അള്ളാഹു കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ലി തസ്കുനു മഅഹ, അവളെ കൂടെ താമസിക്കുവാൻ എന്നല്ല, ലി തസ്കുനു ഇലൈഹ എന്നാണ് ഖുർആനിൻ്റെ അത്ഭുതകരമായ ഭാഷാപ്രയോഗം. അവരിലേക്ക് സമാധാനം കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുക എന്നത് എളുപ്പമുള്ള വിഷയമാണ്. പക്ഷേ ഒരാളിൽ മറ്റൊരാൾക്ക് വിശ്രമം കണ്ടെത്തുവാൻ കഴിയുക എന്നുള്ളത് പുതിയ കാലത്ത് അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും പ്രയാസകരമായ ഘട്ടമാണ്. ഒരു വീട്ടിൽ 4-5 ആളുകൾ താമസിക്കുന്നുണ്ടാവും. പക്ഷേ 4-5 ഹൃദയങ്ങളും 4 കോണുകളിലായിരിക്കും. ഒരേ ബെഡിൽ കിടന്നുറങ്ങുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സുകൾ പല മൈലുകൾക്കപ്പുറത്തായിരിക്കും, പല മൈലുകൾക്ക് അകലെയായിരിക്കും. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷേ പരസ്പരം അവനവൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഓടുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ. വീടല്ല ഒരാൾക്ക് വിഷമമുണ്ടാക്കുന്നത്, ആ കെട്ടിടങ്ങളോ അതിൻ്റെ വലിപ്പമോ സൗകര്യങ്ങളോ അല്ല. മറിച്ച് ഭാര്യയാണ് വിശ്രമം, ഭർത്താവാണ് വിശ്രമം, കുടുംബമാണ് വിശ്രമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ, പുരുഷന്മാർ, വാപ്പമാർ, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ജോലി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെ കാണുമ്പോൾ അവൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മളെ കണ്ടിട്ട് നമ്മുടെ അരികിലേക്ക് അവർ ഓടി വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അതല്ല, നമ്മളെ കണ്ട ഭാവം പോൽ നടിക്കാതെ അവനവൻ്റെ റൂമുകളിലേക്ക് തിരിച്ചു പോകുന്നവരാണ് നമ്മുടെ വീട്ടകത്തിലുള്ള മനുഷ്യരെങ്കിൽ ആ വീട് സക്കീനയാണോ? വെറുതെ നമ്മൾ കടന്നു വരുന്നവർക്ക് സമാധാനമാണോ, അതല്ല ഭയമാണോ, മൗനമാണോ, പിരിമുറുക്കങ്ങളാണോ എന്ന് ആലോചിക്ക്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹ് പറഞ്ഞത് സ്നേഹിക്കാൻ നിങ്ങളോട് കൽപ്പിക്കൂ എന്നല്ല, സ്നേഹം ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും സ്ഥാപിച്ചു കൊള്ളാമെന്നാണ് പടച്ച റബ്ബിന്റെ വർത്തമാനം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. പക്ഷെ ആ സമ്മാനത്തെ സംരക്ഷിക്കേണ്ട മനുഷ്യർ നമ്മളാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ കേവലമായ സ്നേഹമല്ല, അത് പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. ബാപ്പാക്ക് മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ബാപ്പന്റെ ഉള്ളിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് വാപ്പ പ്രകടിപ്പിക്കണം, ഭർത്താവ് പ്രകടിപ്പിക്കണം, ഭാര്യ പ്രകടിപ്പിക്കണം, മക്കൾ പ്രകടിപ്പിക്കണം, സഹോദരങ്ങൾ പ്രകടിപ്പിക്കണം. അതൊരു പക്ഷെ നല്ല വാക്കായിരിക്കാം, ഒരു പുഞ്ചിരിയായിരിക്കാം, ഒരു അഭിനന്ദനമായിരിക്കാം, ഒരു സന്ദേശമായിരിക്കാം, ഒരു ചേർത്തുപിടിക്കലായിരിക്കാം, ഒരു തലോടലായിരിക്കാം, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന വർത്തമാനങ്ങളായിരിക്കാം. ഇതെല്ലാം മവദ്ദയാണ്. ഈ മവദ്ദ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നും, മറിച്ച് അത് പുറമേക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന ബോധ്യമുണ്ടാകണം. എന്താണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കാൻ തോന്നാത്ത സമയത്തും സ്നേഹത്തോടെ പെരുമാറുന്നതിൻ്റെ പേരാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ.
എന്ന് പറഞ്ഞാൽ ഭാര്യ രോഗിയാകുമ്പോൾ അവളെ പരിപാലിക്കുന്നത്, ഭർത്താവ് ക്ഷീണിച്ചു വരുമ്പോൾ അയാളെ മനസ്സിലാക്കുന്നത്, മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരോട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്, മക്കൾ തെറ്റു ചെയ്യുമ്പോൾ അവരെ തകർത്താതെ തിരുത്തുന്നത്, ഇതെല്ലാം റഹ്മത്താണ്. വളരെ കാരുണ്യത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട ഘട്ടം. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ യൗവനത്തിൽ പല വീടുകളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അബദ്ധയാണ്. പക്ഷേ ആ മുടി നരക്കുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ, സൗന്ദര്യം മങ്ങുമ്പോൾ, സമ്പത്ത് കുറയുമ്പോൾ ആ ബന്ധങ്ങളെ പിടിച്ചു നിർത്തേണ്ട ഒന്ന് റഹ്മത്താണ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് ആദ്യം അബദ്ധത്തും പിന്നീട് റഹ്മത്തും പറഞ്ഞത്. പക്ഷെ ഇന്നൊക്കെ നമ്മുടെ വീടുകൾ വലുതാകുന്നുണ്ട്, നമ്മുടെ ബെഡ്റൂമുകൾ വലുതാകുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ TV-കൾ വലുതാകുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നമ്മുടെ ചെറിയ ഒരു 4, 5, 6 ബട്ടണുകൾ ഉണ്ടായിരുന്ന മൊബൈലുകളുള്ള കാലത്ത് ജീവിച്ചപ്പോൾ കിട്ടിയ സന്തോഷങ്ങൾ ഇപ്പോൾ അന്യമായി പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് മൊബൈൽ കൊണ്ടുവന്ന മാറ്റമാണ് എന്നല്ല, മറിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ സക്കീനകൾ ഇല്ലാതാകുന്നു, മവദ്ദകൾ കുറയുന്നു, റഹ്മത്തുകൾ ഇല്ലാതാകുന്നു. വെറും ഇഷ്ടികകളെ കൊണ്ട് പണിത വീടുകൾ മാത്രമായി നമ്മുടെ വീടുകൾ മാറുന്നു, ഹൃദയങ്ങളെ കൊണ്ട് പണിത വീടകങ്ങളായി നമ്മുടെ വീടുകൾ മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ ഖുർആൻ നമ്മൾ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വിശ്വാസികളെ നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ അള്ളാഹു നമ്മളോട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ നല്ല വീട് പണിയുക എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് അതൊന്നും ആദ്യം പറഞ്ഞിട്ടില്ല, സമ്പത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. മറിച്ച് അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അവയുടെ എല്ലാം മുമ്പ് അള്ളാഹു നമ്മളോട് പറഞ്ഞ വർത്തമാനം ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന് രക്ഷിച്ചു കൊടുക്കണം, രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ മകന് ഒരു വീട് പണിത് കൊടുത്താലും അവൻ്റെ സ്വർഗം നഷ്ടപ്പെടുത്തിയാൽ അത് ഗൗരവപരമായ വിഷയമാണ് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവന് മറ്റെന്തൊക്കെ നേടിക്കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം നരകമോചനം വാങ്ങിക്കൊടുക്കുന്ന വിഷയത്തിലുണ്ട് എന്നാണ് പ്രാധാന്യം. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എത്ര വലിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുത്താലും അവളെ ഈമാൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ മകളിൽ സംരക്ഷിച്ചതെന്നാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വിശദീകരണമുണ്ട്, അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കൂ, അവരെ നിങ്ങൾ സംസ്കരിക്കൂ എന്ന് പറഞ്ഞു. എത്ര മനോഹരമായ വിശദീകരണം. അവരെ സമ്പന്നരാക്കൂ എന്നല്ല പറഞ്ഞേ, അവരെ പ്രശസ്തരാക്കൂ എന്നല്ല പറഞ്ഞേ, അവരെ വലിയ ഉദ്യോഗസ്ഥരാക്കൂ എന്നല്ല പറഞ്ഞേ, മറിച്ച് നിങ്ങൾ അവരെ പഠിപ്പിക്കുക, അവരെ സംസ്കരിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം അറിവില്ലാത്ത സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ നശിപ്പിക്കുന്ന ഒന്നാണ്. സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഈമാനില്ലാത്ത വിജയമുണ്ടായാൽ അത് ആഖിറത്തിൽ പരാജയമായി തീരുമെന്നാണ് ഖുർആൻ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്ക എന്താ? എൻ്റെ മകന് മെഡിസിന് സീറ്റ് ഇട്ടോ, എൻ്റെ മകൾക്ക് നല്ല ജോലി ഇട്ടോ. ഇത് തെറ്റല്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് എന്നെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോടും വാപ്പമാരോടും വളരെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് പഠിച്ചോനെ എൻ്റെ മകൻ 5 നേരം നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്ന ഒരു കുട്ടിയാക്കി തീർക്കണേ എന്ന് നമ്മൾ എത്ര വട്ടം പഠിച്ചവനോട് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു എൻ്റെ മകളെ ജീവിതത്തിൽ നിന്ന് ഹയാവും അവളെ ലജ്ജയും ഈമാനും നീ എപ്പോഴും സംരക്ഷിക്കണമേ എന്ന് എത്ര മാതാപിതാക്കൾ വളരെ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട, നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനന്തരാവകാശം എന്ന് പറയുന്നത് ഭൂമിയല്ല, സ്വർണ്ണമല്ല, വിദ്യാഭ്യാസമല്ല, ബാങ്ക് ബാലൻസ് അല്ല, അത് ഈമാനാണ്, തഖ്വയാണ്, നല്ല സ്വഭാവമാണ്. ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടു പോകും. അന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കാർ ഓടിക്കാം, നമ്മുടെ വീട് അവർ സ്വന്തമാക്കും, നമ്മുടെ ബാങ്ക് ബാലൻസ് അവർ പങ്കുവെക്കും. പക്ഷേ നമ്മൾ അവരെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ ആ ഖബറിലാകുന്ന ശേഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിനൊക്കെയും ഉത്തരം കൊടുക്കേണ്ടി വരും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകളിലൂടെ അവരുടെ പ്രവൃത്തിയിൽ നമ്മുടെ ഖബറിലേക്ക് അത് പ്രകാശമായി എത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഖുർആൻ പറഞ്ഞ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നി രക്ഷിക്കണം. ഒരു കുടുംബത്തിൻ്റെ വിജയത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത് ബാപ്പ എത്ര സമ്പത്തുണ്ടാക്കി എന്നതല്ല, മകൾ എവിടെയാണ് പഠിക്കുന്നത് എന്നല്ല, മകളെ ഏത് കുടുംബത്തിലേക്കാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത് എന്നുമല്ല, അവർ അള്ളാഹുവിലേക്ക് എത്ര അടുത്ത കുടുംബമാണ് എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞാൽ മക്കൾക്ക് തൊഴിൽ മാത്രം പഠിപ്പിക്കുന്ന വാപ്പയുമ്മയോ ആകാതെ തഖ്വ പഠിപ്പിക്കുന്ന വാപ്പയുമ്മയോ ആകണം. അവർക്ക് ഡിഗ്രി മാത്രം കൊടുക്കുന്നതിനപ്പുറം ദീനിൻ്റെ വെളിച്ചം കൊടുക്കുന്ന വാപ്പയുമ്മയോ ആകണം. കാരണം ദുനിയാവിൽ ജീവിക്കാൻ ജോലി മതിയാവും, പക്ഷേ ആഖിറത്തിൽ വിജയിക്കാൻ ഈമാൻ ഉണ്ടായാൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് വിഷയം. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പരസ്പരം സംസാരിക്കണം. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ മൗനിയാകേണ്ടിടത്ത് നമ്മൾ ഭയങ്കരമായി വാചാലമായി സംസാരിക്കുകയും സംസാരിക്കേണ്ട ഇടങ്ങൾ നമ്മൾ മൗനികളാവുകയും ചെയ്യുന്നു. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ വാതോരാ സംസാരിക്കുന്ന മനുഷ്യരും നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ മൗനം പാലിക്കുന്ന വാപ്പയും ഉമ്മയും ആകുന്നു, സഹോദരങ്ങളാകുന്നു, ഭർത്താവാകുന്നു, മക്കളാകുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങൾ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവൻ. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കുടുംബത്തോട് വർത്തിക്കുന്നവൻ. ഇത് പറയുക മാത്രമല്ല, ജീവിതത്തിൽ മനോഹരമായിട്ട് അതെങ്ങനെയാണ് കാണിച്ചു തരിക എന്ന് പഠിപ്പിച്ചെന്നു, ജീവിതം കൊണ്ട് തെളിയിച്ചു. കൂടുതൽ സമ്പാദിക്കുന്നവനാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞില്ല, കൂടുതൽ ദാനം ചെയ്യുന്നവൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞില്ല, കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവൻ. കാരണം ഒരാൾ വീട്ടിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ നാട്ടിൽ എത്ര വിജയിച്ചാലും അയാൾ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് ഒരു വിഭാഗം ജീവനുള്ള അനാഥകൾ നമ്മുടെയൊക്കെ മക്കൾക്കിടയിൽ ഉണ്ട്. ജീവനുള്ള അനാഥകൾ, അവരെ സമൂഹം അനാഥ എന്ന് വിളിക്കില്ല. കാരണം അവർക്ക് വാപ്പുണ്ട്, അവർക്ക് ഉമ്മ ഉണ്ട്, പക്ഷേ എന്നിട്ടും അവർ ഉള്ളിൽ അനാഥരാണ്. കാരണം അവർക്ക് വാപ്പാൻ്റെ പൈസ ഇട്ടുണ്ട്, ഉമ്മ ഉണ്ടാക്കണ ഭക്ഷണം കിട്ടുന്നുണ്ട്, പക്ഷേ വാപ്പാൻ 5 മിനിറ്റ് കിട്ടണില്ല, വാപ്പാന്റെ തലോടൽ കിട്ടുന്നില്ല. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലൻ റഇയത്തി, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആൾക്കാർ, അള്ളാഹ് ഏൽപ്പിച്ച നമ്മൾക്കൊരു കുട്ടിയെ പടച്ചോൻ തന്നതാ, ഇത് നിർബന്ധമായും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്ന ബോധ്യമുണ്ടാകണം. റസൂലുള്ളാഹി പഠിപ്പിച്ച മനോഹരമായ വർത്തമാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് മക്കൾക്ക് എന്തു കൊടുത്തു എന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. പടച്ചോൻ നാളെ നിന്റെ മകന് നീ ഏത് മൊബൈലാ വാങ്ങിച്ചു കൊടുത്ത ചോദിക്കാൻ പോണില്ല, ഇല്ല, ഏത് കോഴ്സിനാ ചേർത്ത ചോദിക്കാൻ പോണില്ല, മറിച്ച് അള്ളാഹ് ചോദിക്കും, എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഈമാൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ എന്തു ചിന്തിച്ചു എന്ന് ചോദിക്കും. അത് വളരെ ഗൗരവമായി ഉത്തരം കൊടുക്കുക. ചില മനുഷ്യന്മാർ പറയും, എൻ്റെ മക്കളൊക്കെ ഒരുപാട് മാറിപ്പോയി. ഗൗരവമായിട്ട് ആലോചിക്കേണ്ട, മാറിയത് അവരാണോ നമ്മളാണോ എന്നുള്ളതാണ്. നമ്മുടെ മൊബൈലിലൂടെ നോട്ടിഫിക്കേഷന് കൊടുക്കുന്ന വിലയെങ്കിലും അവനവൻ്റെ മക്കളുടെ പരാതികൾക്കും സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും നൽകാറുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചാൽ മതി. ആക്ഷേപിക്കൊന്നുമില്ല. റസൂലുള്ളാഹിയെ കുറിച്ച് ആയിഷാ ബീവിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ കൊടുത്ത മറുപടി ഉണ്ട്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി, റസൂലുള്ളാഹി കുടുംബത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ ജോലികളിലൊക്കെ സഹായിക്കും. ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് സഹായിക്കാണ്ട്, ഭാര്യയെ സഹായിക്കുന്ന, വീട്ടിൽ സഹായിയായി ആയിഷാ ബീവിയുമായി ഓട്ടമേസ് നടത്തുന്ന, ഒരേ പാത്രത്തിന് വെള്ളം കുടിക്കുന്ന, ഒരേ പാത്രത്തിന് ഒരുമിച്ച് കുളിക്കുന്ന, രാത്രിയിൽ അവരെ കഥകൾ കേട്ടിരുന്ന ഒരു മനോഹരമായ ജീവിതം പഠിപ്പിച്ചെന്നു. ഇതാണ് സുന്നത്ത് എന്ന് തെളിയിച്ചെന്നു. കുടുംബത്തിന് ഭക്ഷണം മാത്രം പോരാ എന്ന് പഠിപ്പിച്ച് ഭർത്താവിൻ്റെ ഇണയുടെ സാന്നിധ്യം കൂടെ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് വളരെ മനോഹരമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു. പ്രവാചകന്റെ പേരക്കുട്ടി ഇങ്ങനെ ചുംബിക്കുമ്പോൾ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ചോദിക്കത്തിൽ, റസൂലേ, എനിക്ക് 10 മക്കൾ, ഈ 10 മക്കളിൽ ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. റസൂൽ ചോദിക്കുന്ന ചോദ്യം, അല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവർക്ക് കരുണ ഇല്ലട്ടോ എന്നാ പഠിപ്പിച്ചേ. കുട്ടിയൊക്കെ നിങ്ങൾ കൊടുത്ത പണം ഓർമ്മ ഉണ്ടാകൂല, നിങ്ങൾ കൊടുത്ത കളിപ്പാട്ടം ഓർമ്മ ഉണ്ടാകൂല, നിങ്ങൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്ന് നിങ്ങളുടെ മക്കൾ ഓർക്കും. നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം മക്കൾ ഓർക്കും. ബാപ്പ എന്നെ അന്ന് അവസാനമായിട്ട് ചേർത്തു പിടിച്ചത് എന്നാണ് എന്ന് മക്കൾക്ക് ഓർമ്മയുണ്ട്. ഈ ചോദ്യം മക്കളോട്, മോനെ എന്നാ നിന്റെ വാപ്പ നിന്നെ അവസാനം ഒന്ന് ചേർത്തു പിടിച്ചെന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കട്ടെ എന്നാണ് മക്കൾക്ക് പറയാനുള്ളത് എങ്കിൽ അത് ഗൗരവപ്പെട്ട വിഷയമായി കൊണ്ട് കാണാൻ പറ്റണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, ഖുർആൻ മാതാപിതാക്കളെ വിഷയത്തിൽ പറഞ്ഞ വർത്തമാനാണ്. വാപ്പാക്കുമ്മക്ക് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞേ, പണം കൊടുക്കണം എന്നല്ല പഠിപ്പിച്ചേ. ചിറകുതായ്ത്തണം, അവരെ മുമ്പിൽ വിനയാനിതരാകണം. ഇന്ന് പല വീട്ടിലും പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷേ വിനയല്ല. വാപ്പനോടും ഉമ്മനോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മക്കൾക്ക് അറിയില്ല. എന്നെ ഞാനാക്കിയ ഉപ്പയുടെ മുമ്പിൽ, സംസാരം പഠിപ്പിച്ച ഉമ്മയുടെ മുമ്പിൽ, നടക്കാൻ പഠിപ്പിച്ച വാപ്പയുടെ മുമ്പിൽ, അച്ചടക്കം പഠിപ്പിച്ച മാതാപിതാക്കളുടെ മുമ്പിൽ എങ്ങനെ മനോഹരമായി പെരുമാറാമെന്ന് പലർക്കും അറിയില്ല. അണഞ്ഞു പോകുന്നവരെ വിലയറിയാത്ത 2 പ്രതിഭാസങ്ങളാണത്. അണഞ്ഞു പോയാൽ പിന്നെ ഉണ്ടാകുന്ന കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനോഹരമായി നോക്കാമായിരുന്നു എന്നുള്ളത് മാത്രമാകും, ഒന്നുകൂടെ മനോഹരമായി പരിപാലിക്കാമായിരുന്നു എന്നത് മാത്രമാകും.
ഞാൻ അന്നു പറഞ്ഞ വർത്തമാനങ്ങളൊക്കെയും വേട്ടയാടും. ആളുകളൊക്കെയും അമ്മാക്ക് വേണ്ടി അത് ചെയ്തില്ലേ, വാപ്പാക്ക് വേണ്ടി ചെയ്ത് ചോദിക്കുമ്പോഴും കണ്ണാടി നോക്കുമ്പോൾ രൂപം മനസ്സിൽ വരും. അന്ന് വാപ്പത് പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞില്ലേ, ഉമ്മ അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞില്ലേ, തർക്കുത്തരം വർത്തമാനം പറഞ്ഞില്ലേ, അന്ന് നിന്റെ വർത്തമാനത്തിന് വാപ്പ കരഞ്ഞില്ലേ എന്ന വർത്തമാനങ്ങൾ മനസ്സിൽ തികട്ടി 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 വരും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വഖ്ഫിൽ, താഴ്ത്തണം, ലഹുമാ, നിന്റെ വാപ്പാക്കും നിന്റെ ഉമ്മാക്കും, ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തണം. എന്തേ ഓൻ അങ്ങനെ നിൽക്കണു? ഉമ്മാന്റെ മുമ്പിലാ, വാപ്പാന്റെ മുമ്പിലാ. ഏത് അധികാരത്തിന്റെ പത്രാസുകളുടെ ചിറകും വാപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നിവർത്തി വെക്കാൻ പാടില്ല എന്ന് മനോഹരമായി പഠിപ്പിച്ച മത ഇസ്ലാം നമ്മളെ പലപ്പോഴും ഈ ഭാഗങ്ങളൊന്നും സ്വാധീനിക്കുന്നേയില്ല. കുത്തുബകൾ നമ്മളെ സ്വാധീനിക്കുന്നേയില്ല, ഖുർആൻ ക്ലാസുകൾ സ്വാധീനിക്കുന്നേയില്ല. നമ്മളൊക്കെയും ഒരു അടിമ ലോകത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെയും മൊബൈലുകളും ആധുനിക സംവിധാനങ്ങളും അതിൻ്റെ അൽഗോരിതങ്ങളിലേക്ക് നമ്മളെ പിടിച്ച് കെട്ടിക്കൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ദീനാറിന്റെ ദാസ് നശിച്ചു പോയിട്ടുണ്ട്, ദിർഹമിന്റെ അടിമ നശിച്ചു പോയിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായി ചോദിക്കാനുള്ള ചോദ്യത്തിലുള്ള റസൂലുള്ളാഹി ഒരിക്കലും ദീനാറുള്ള നശിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, പൈസ ഉള്ള ആൾക്കാരൊക്കെ നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇസ്ലാം സമ്പത്തിനെ എതിർത്തിട്ടില്ല. സമ്പത്തിന്റെ അടിമയാകുന്നതിനെ ഇസ്ലാം എതിർത്തു. പൈസയുടെ അടിമയാകുന്നതിന് ഇസ്ലാം എതിർത്തു. അതിനെ ശക്തമായി വിമർശിച്ചു. ഇന്ന് ദീനാറിന് പകരം എന്താ? ചില മനുഷ്യന്മാർക്ക് അത് മൊബൈലേക്കാരും, ചില മനുഷ്യന്മാർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം. പക്ഷേ അള്ളാഹുവിൻ്റെ ബാങ്ക് ഹയ്യ അല സ്വലാ എന്നുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയമൊന്നും പ്രതികരിക്കാത്ത അവസ്ഥയ്ക്ക് മാറി. ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കളിയുടെ വിജയം കാണാൻ ഉറക്കമൊയ്ക്കാനും ഉറക്കുന്ന അലാറം വെച്ച് എണീക്കാനും തയ്യാറാകുന്ന അതേ നമ്മൾ അവനവൻ്റെ സ്വന്തം പാരത്രിക വിജയത്തിൻ്റെ അലാറങ്ങൾക്ക് വേണ്ടി നിശബ്ദമാകുന്ന മനുഷ്യരാകാൻ തുടങ്ങി. നമ്മളെ എവിടെയും ഇതൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്ന്. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഓൺലൈനാണ്, പക്ഷെ അള്ളാഹുമായി നമ്മൾ ഓഫ്ലൈൻ ആകുന്നു. ഇതാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കം. ചില മനുഷ്യർ അവനവൻ്റെ ജോലികളുടെ അടിമകളാണ്. ചില മനുഷ്യർക്ക് കുടുംബത്തിന് സമയമില്ല, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾക്ക് സമയമില്ല, മക്കളെ കണ്ണുകളിലേക്ക് നോക്കാൻ സമയമില്ല. സോഷ്യൽ മീഡിയയുടെയും ഇതുവരെ കണ്ണിൽ കാണാത്ത മനുഷ്യരോട് വാതോരാതെ മണിക്കൂറുകളോളം സംസാരിക്കാൻ നേരണ്ട്. ഏതൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുടങ്ങി വെച്ച ബന്ധങ്ങൾ കൊണ്ട് എത്ര കുടുംബങ്ങൾ ശിഥിലമായിട്ടുണ്ട്. എത്ര സഹോദരിമാരാണ് ഈ മഹലിൽ നിന്നൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന, എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം ഇങ്ങനെയാണ് അങ്ങനെയാണ്. ആരാണ് കാരണക്കാരാകുന്നത്? ആരാണ് വില്ലന്മാരാകുന്നത്? നമ്മൾ എവിടെയൊക്കെ പരിഹരിക്കപ്പെടാനുണ്ട് എന്ന ചോദ്യം വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. എത്ര നമുക്ക് നന്നാകാൻ പറ്റും? നമ്മൾ നമ്മുടെ ഈഗോ മാറ്റി നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംസ്കരിക്കാൻ തയ്യാറായ ഖുർആൻ പഠിപ്പിച്ച പോലെ അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, വിശ്വസിച്ചവരുടെ ഹൃദയങ്ങൾ അവർക്ക് അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് വിനയപ്പെടേണ്ട സമയമായിട്ടില്ലേ എന്നാണ് ഖുർആന്റെ ചോദ്യം. ആ പടച്ച റബ്ബിൻ്റെ ദീൻ എന്ന് നമ്മിൽ നിന്ന് അകന്നുപോയോ അന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൻ്റെ ബർക്കത്തും ഇല്ലാതായി. അത് തിരിച്ചു പിടിക്കുക എന്നല്ലാതെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു മടങ്ങുക എന്നല്ലാതെ നമ്മുടെ കുടുംബ ജീവിതം സന്തോഷകരമാക്കാൻ മറ്റു പരിഹാരങ്ങളില്ല എന്ന യാഥാർത്ഥ്യം സ്വീകരിക്കുക, മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കുക. റബ്ബ് കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മനോഹരമാക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ സംസാരിച്ചത് നമ്മുടെ വീടുകളിലെ നിശബ്ദമായ തകർച്ചകളെ കുറിച്ചാണ്. പക്ഷേ ഇസ്ലാം പ്രശ്നത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ അവസാനിപ്പിക്കുന്ന മതമല്ല. ആ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ, ആ മുറിവുകൾക്കുള്ള മരുന്ന് കൂടെ കാണിച്ചു തരുന്ന മതമാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയെ ഖുർആൻ മനോഹരമായി നമ്മുടെ മുമ്പിൽ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും സമ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ലോകത്തെ ഈ ദുനിയാവിലെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമല്ല. മറിച്ച് അത് കുടുംബത്തിന് വേണ്ടിയുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. പക്ഷെ എത്ര പേരാണ് ദിവസവും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുണ്ടാവുക എന്ന് വളരെ ഗൗരവമായി നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകളില്ലാതെ അള്ളാഹു നമ്മളെ പരിഗണിക്കാൻ പോകുന്നില്ല.
നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിന് അറിയാം. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും നമ്മൾ സഹായം തേടിക്കൊണ്ടേ ഇരിക്കണം. അള്ളാഹു ആ വിശുദ്ധ ഖുർആനിൽ ആ ഭാഗം എടുത്തു കൊടുക്കുന്നത് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അഅ്യുനിൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. ഈ ആയത്ത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് മക്കളെ തരയണമേ എന്നവർ പ്രാർത്ഥിക്കുന്നല്ല, ഞങ്ങൾക്ക് നല്ല ഭാര്യയെ തരയണമേ എന്നല്ല അവർ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ഖുർറത്ത് അയ്യുൻ നൽകണേ എന്നാണ്, കണ്ണിൻ്റെ കുളിർമയാക്കി തരയണമേ എന്നാണ്. കണ്ണിൻ്റെ കുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അറബികൾക്കൊക്കെ പൊതുവെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുമ്പോൾ അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഖർറത്ത് അയ്നു, അവൻ്റെ കണ്ണ് തണുത്തു. കണ്ണ് തണുത്തു എന്ന് പറഞ്ഞാൽ കണ്ണുനീരില്ല എന്നല്ല, മറിച്ച് അതിൻ്റെ അർത്ഥം ഹൃദയത്തിന് ഇനി മറ്റൊന്നും വേണ്ട എന്ന സംതൃപ്തി അയാൾക്ക് ഉണ്ടാകുന്നതാണ്. ആ സംതൃപ്തിയാണ് ഇന്ന് പല വീടുകളിലും ഇല്ലാത്ത. മക്കളുണ്ട് പക്ഷേ കൺകുളിർമയില്ല, ഭാര്യയുണ്ട് സക്കീനത്തില്ല, ഭർത്താവുണ്ട് മബദ്ധല്ല, വീടുണ്ട് ബർക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ നമ്മുടെ വീടുകളൊക്കെ മനോഹരമാക്കി, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ മനോഹരമാക്കുന്ന വിഷയത്തിൽ നമ്മൾക്ക് അബദ്ധം സംഭവിച്ചു. എവിടെയൊക്കെ നമ്മൾ അശ്രദ്ധരായി. പലപ്പോഴും ചോദിക്കും, എൻ്റെ മകൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് നകന്ന്, എൻ്റെ ഭാര്യ എന്തുകൊണ്ടാണ് പഴയ പോലെ സംസാരിക്കാത്ത, എൻ്റെ ഭർത്താവ് വീട്ടിലുണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് അയാൾ ലഭിക്കുന്നില്ല. ഇത് പ്രശ്നം സ്നേഹമില്ലാത്തല്ല, മറിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾക്ക് സമയമില്ലാതാകുന്നതാണ്. റസൂലുള്ള തൻ്റെ ഒരു നേതാവാകുമ്പോൾ പോലും ആ വീട്ടിൽ കയറുമ്പോൾ ഒരു ഭരണാധികാരി അല്ല, ഒരു രാജാവായിട്ടോ ഒരു പ്രവാചകനായിട്ടോ ഒന്നും കയറുന്നില്ല. ഉമർലാനൊരു 24 രാഷ്ട്രങ്ങളുടെ അധിപനാകുമ്പോഴും വീടിനകത്ത് കയറുമ്പോൾ ആ ഭരണകുപ്പായങ്ങളെയും അധികാരങ്ങളെയും അയച്ചു വെച്ച് ഒരു മകനായി, ഒരു ഭർത്താവായി, ഒരു ഉപ്പയായിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെ കയറി ചെല്ലുന്ന മനുഷ്യരാകാൻ നമ്മൾക്ക് പറ്റുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഖുതുബ കഴിഞ്ഞിറങ്ങുമ്പോൾ അള്ളാഹുവാണ് എനിക്ക് റിസ്ക് നൽകുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഇറങ്ങണം എന്നുള്ളത്. ഈ ഖുതുബ കഴിഞ്ഞിറങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഒരൊറ്റ സുന്നത്ത് നമ്മൾ ചെയ്യണം. നമ്മുടെ ഈഗോ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള വർത്തമാനങ്ങൾ മാറ്റിയേക്കണം. ഞാനൊക്കെ അപ്പോൾ തന്നെ ചെയ്തിട്ട് നടന്ന വർത്തമാനങ്ങൾ മാറ്റിവെച്ച് നമ്മൾ വെറുതെ വീട്ടിലെത്തി അവനാൻ്റെ മൊബൈലൊന്ന് മാറ്റിവെച്ച് മക്കളൊന്ന് ചേർത്തു പിടിക്കാൻ തയ്യാറാകുന്ന വാപ്പയാകണം. മകളെ തലോടുന്ന വാപ്പയാകണം. ഭാര്യയോട് പറയണം, ഒരുപാട് ത്യാഗം ചെയ്യണ്ടില്ലേ, ജസാക്കില്ലാഹു ഖൈറ, പടച്ചോ ഇതിനൊക്കെ നിനക്ക് നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കണമെങ്കിൽ വാപ്പാൻ്റെ കൈയൊന്ന് പിടിക്കണം, ഉമ്മാൻ്റെ കൈയൊന്ന് തലോടണം, പറ്റുമെങ്കിൽ നെറ്റിയോ ചുംബനം കൊടുക്കണം. അമ്മ വാപ്പാങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണില്ലേ എന്ന് പറയണം. അവരെ കണ്ണ് നിറയും, അവരെ ഉള്ളുപടയും. ഇതിനോളം ഒരു വലിയ ആത്മീയമായ തെറാപ്പികളും നമ്മൾക്ക് വേറെ ഇല്ല. നമ്മളൊരു ദിവസം ഈ ദുനിയാവുന്ന വിട പറഞ്ഞു പോകും. അന്ന് നമ്മുടെ കൂടെ വരിക നമ്മുടെ വീടല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തോട് കാണിച്ച റഹ്മത്തും ഇഹ്സാനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായി നമ്മുടെ വീടുകൾ ദിക്റുകൾ കൊണ്ട് പണിയാൻ, സ്നേഹം കൊണ്ട് പുതിയാൻ, ഖുർആൻ കൊണ്ട് പഠിപ്പിക്കാൻ, സുന്നത്ത് കൊണ്ട് പണിയാൻ, കരുണ കൊണ്ട് നിർമ്മിക്കാൻ നമ്മൾക്ക് പറ്റണം. അതിന് പറ്റുമെന്ന് ഇസ്ലാം മനോഹരമായി നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതം വെറുതെ അല്ല. നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത് അലക്ഷ്യമായിക്കൊണ്ടുമല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുക എന്നതല്ലാതെ ഒരു ജിന്നിനെയും മനുഷ്യനെയും ഞാൻ മറ്റൊരു ദൗത്യത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞ് 5 നേരം നമസ്കരിക്കൽ മാത്രമല്ല, ഒരു നല്ല വാപ്പയാകുന്നത് ആരാധനയാണ്, ഒരു നല്ല ഉമ്മയാകുന്നത് ആരാധനയാണ്, ഒരു നല്ല ഭാര്യയാകുന്നതും ഭർത്താവാകുന്നതും മകനാകുന്നതും മകളാകുന്നതും വ്യാപാരിയാകുന്നതും നീതിപൂർവം ജീവിക്കുന്നതും എല്ലാം ആരാധനയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ജീവിതം മനോഹരമായി ക്രമീകരിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കാലവർഷം കനത്തുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും കനത്ത മഴയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ പല മനുഷ്യരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന്, നമ്മൾ കാലത്തെ കുറ്റം പറയരുത്. എന്തു ചീഞ്ഞ മഴയാണ് എന്ന വർത്തമാനങ്ങൾ ഒരിക്കലും വിശ്വാസിയുടെ നാവെന്ന് വരാൻ പാടില്ല. കാരണം മഴയെ ശപിക്കാൻ പാടില്ല. മഴ നിഅമത്താണ്. ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. ഫഇന്നല്ലാഹു ഹുവദ്ദഹ്ർ, കാരണം നിശ്ചയം അല്ലാഹുവാണ് കാലം, അവനാണ് കാലത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. മഴ അധികരിച്ചാലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അത് അപകടമായി വരുന്ന അവസ്ഥയിൽ. അതേപോലെ അപകടമരങ്ങൾ തുടർക്കഥയാകുന്ന ഒരു ഘട്ടമാണ്. ഇന്ന് പോലും നമ്മളത് കേട്ടവരുമാണ്. മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കുന്ന ആളുകളാകണം. നമ്മുടെ വാഹനങ്ങൾ മിതമായ വേഗത്തിൽ
വഴിയിൽ അത് ആ രൂപത്തിൽ ഓടിച്ചു പോകുന്ന ആളുകളാകണം. നമ്മുടെ ടയറും ഒക്കെ അത് റെഡിയാണ് എന്ന്, ബ്രേക്ക് റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടേതായ അശ്രദ്ധകൾ കൊണ്ട് മറ്റു മനുഷ്യർക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധകൾ ഉണ്ടാകണം. വെള്ളക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങാതിരിക്കണം. മക്കളെ ആ വിഷയം നന്നായി ശ്രദ്ധിക്കണം. ഒരു കളക്ടർ അവധി പ്രഖ്യാപിച്ചാൽ അത് വെള്ളത്തിൽ ചാടാനുള്ള അവധിയല്ല എന്നും മക്കളെ നിയന്ത്രിക്കാനുള്ള ദിവസമാണ് എന്നുമുള്ള സാമാന്യമായ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മഴക്കാലമാണ്, രോഗങ്ങളും പകർച്ചവ്യാധിയും ഒക്കെ പടരാതിരിക്കാനുള്ള ശ്രദ്ധകൾ ഒരു വിശ്വാസി നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വൃത്തി ഈമാന്റെ ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യപ്രവർത്തനം നൽകുമ്പോൾ അതുമായി സഹകരിക്കുന്ന ആളുകളുമാകണം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രോഗി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നൊരു ഓപ്പറേഷന് വിധേയമാകുന്നു. വളരെ ഗൗരവപ്പെട്ട ഒരു ഓപ്പറേഷനാണ് എന്നും പ്രായാധിക്യം അതിനൊരു പ്രതിസന്ധിയാണ് എന്നും ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗത്തെ പരിപൂർണമായ നിലയിൽ ശിഫ നൽകി അദ്ദേഹത്തിന് പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം പ്രയാസപ്പെടുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും രോഗങ്ങളെയും ശിഫ നൽകുന്ന റഹ്മാനായ റബ്ബ് ശമനം നൽകി പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സായുജ്യവും നിലനിൽക്കുന്ന ബർക്കത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ മനോഹരമായി ഇണക്കി ചേർക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ബർസഖിയായ ജീവിതം നീ എളുപ്പമാക്കി കൊടുക്കണമേ. നാളെ അവരെയും ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണമേ. റഹ്മാനെ, അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ للمتقين إماما. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.